നമസ്കാരം. സിനിമയിൽ അഭിനയിക്കാൻ കിടന്നു കൊടുക്കണമെന്ന് നിർബന്ധം കാട്ടുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു ചിതറുകയാണ് വേണ്ടത്. തുമ്മിയാൽ തെറിക്കുമെന്ന് പറയുന്ന ഈ മൂക്കുകളാണോ സിനിമാ ലോകത്തെ വിഗ്രഹങ്ങളായി സിനിമാ പ്രേമികൾ തലയിലേറ്റി നടക്കുന്നത്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടഞ്ഞു പോകാവുന്ന ആ വിഗ്രഹങ്ങൾ ഉടയുക തന്നെയാണ് വേണ്ടത്. ഏതൊക്കെ സ്ത്രീവിരുദ്ധരെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പ്രതികൂട്ടിൽ നിർത്തുന്നത്? ആ പ്രതികളുടെ പേരുകൾ സമൂഹത്തിൽ വരരുത് എന്ന് സർക്കാരിന് വല്ലാത്ത വാശിയുള്ള പോലെ. റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക വഴി സർക്കാർ സ്ത്രീവിരുദ്ധർക്ക് സഹായം ചെയ്യുകയാണ് ചെയ്തത്. ഇന്നാട്ടിലെ സ്ത്രീകളോട് പിണറായി വിജയൻ സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? സിനിമാ രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാർഗരേഖയാകുമെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കമ്മീഷൻ പറഞ്ഞിരിക്കെ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയെയും വനിതാ കമ്മീഷനൊപ്പം കേസിൽ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നത്. ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ഹൈക്കോടതി ഉത്തരവിടുന്നതിനായി അടുത്ത ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് നേരത്തെ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. തന്റേത് ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പറഞ്ഞായിരുന്നു സജിമോൻ ഹർജി നൽകിയിരുന്നത്. എന്നാൽ തിരഞ്ഞെടുത്ത വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവിടുന്നതെന്നും സ്വകാര്യ വിവരങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ ഇല്ലെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹൈക്കോടതി അത് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. ജൂലൈ 31 വീണ്ടും പരിഗണിച്ചെങ്കിലും ഹർജിക്കാരുടെ ആവശ്യത്തെ തുടർന്ന് കേസ് വീണ്ടും മാറ്റി. ഇതിലിപ്പോൾ വാദം പൂർത്തിയായിരിക്കുകയാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി 2018 മെയ്യിലാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മീഷന്റെ അംഗങ്ങൾ. രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു അത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം, ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഇല്ലാത്ത അവസ്ഥ, അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നതടക്കം സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തുകയായിരുന്നു. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടായാൽ മെച്ചപ്പെട്ട തൊഴിലിടവും സുരക്ഷിതത്വവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരുന്നതാണ്. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കായി സർക്കാർ ചിലവാക്കിയത് 1 കോടിക്ക് മേൽ തുകയാണ്. 3 വർഷമായി സർക്കാർ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും വിശദമായി പഠിച്ച് തയ്യാറാക്കിയതാണെന്നതും ശ്രദ്ധേയമാണ്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊഴിലിടം എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടിയാണ് വഴിവെക്കുന്നത്. തമസ്കരിക്കപ്പെട്ടതും നിസ്സാരവൽക്കരിക്കപ്പെട്ടതുമായ തൊഴിലിടത്തെ സ്ത്രീകളുടെ നിരവധി പ്രശ്നങ്ങൾ സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ സജീവ ചർച്ചയായി മാറുകയായിരുന്നു. മലയാള സിനിമയിലെ ഒരു പറ്റം വനിതകളുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും അവർ മലയാള സിനിമയ്ക്കും
സിനിമയിലെ സ്ത്രീകൾക്കും വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തതോടെയാണ് സ്ത്രീ സുരക്ഷ സിനിമാ രംഗത്ത് ചർച്ചയാവുന്നത്. സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരെയും ലിംഗവിവേചനത്തിനെതിരെയുമുള്ള പ്രതിഷേധ ശബ്ദമായിരുന്നു WCCയുടെ നേതൃത്വത്തിൽ നടന്നത്. അമ്മ പോലുള്ള സംഘടനകളെ വനിതാ കൂട്ടായ്മയുടെ നീക്കം പ്രതിരോധത്തിലാക്കുകയാണ് ഉണ്ടായത്.